ഓക്കെ, സോ നമ്മുടെ കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് സീസൺ 3-ലെ മികച്ച അവതാരകയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഞാനൊക്കെ നോക്കിക്കാണുന്ന ഒരാളാണ്. സോ ഹൗ ഡു യു ഫീൽ? ഒരുപാട് സന്തോഷം. കാരണം എന്താ പറയുക, നമ്മളൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരീൻ ചേട്ടൻ അവിടെ പറഞ്ഞ പോലെ നമുക്ക് ഓരോ ആർട്ടിസ്റ്റിനും കിട്ടുന്ന ഒരു അംഗീകാരമാണത്. നമുക്ക് വീണ്ടും വീണ്ടും വർക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനമൊക്കെയാണ്. അപ്പോൾ എനിക്കിന്ന് അവാർഡ് കിട്ടിയത് എന്താ പറയുക, ഞാൻ ഡിജിറ്റലിലാണ് ആദ്യം വൈറലായതെങ്കിലും ടെലിവിഷൻ ഓഡിയൻസിൻ്റെ ഒരു സ്നേഹവും കൂടെ കിട്ടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു റിയാലിറ്റി ഷോ വരുന്നത്. ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സീസൺ കഴിഞ്ഞു, രണ്ടാമത്തെ ഒരു സീസൺ തുടങ്ങി. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു അവാർഡ് റിസീവ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ എന്താ പറയുക, ഒരു അവതാരികയായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് നമ്മളായി തന്നെ ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഫ്രീഡം കിട്ടുക എന്നുള്ളത് ഭയങ്കര വലിയ കാര്യമാണ്. അപ്പോൾ അത് എനിക്ക് സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ അമൃത TV-യിലെ എൻ്റെ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ, അവിടുത്തെ ഹോൾ ക്രൂ ആയിക്കോട്ടെ, എല്ലാവരും നമ്മൾക്ക് നമ്മളുടേതായ രീതി ചെയ്യാനുള്ളൊരു ഫ്രീഡം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. ആൻഡ് താങ്ക്സ് ടു കേരള വിഷൻ ഈ ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ നോമിനേഷനിൽ എൻ്റെ പേര് ഉൾപ്പെടുത്തിയതിലും. ആൻഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അവരുടെ വോട്ടിങ്ങിലൂടെ എന്നെ തിരഞ്ഞെടുത്തതിലും ഒരുപാട് സന്തോഷം. കൺഗ്രാറ്റുലേഷൻസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാറ്റഗറി കൂടിയാണ്. കാരണം ഞങ്ങളുടെ ഈ ഒരു മേഖലയ്ക്ക് അടുത്തതായിട്ട് ലഭിക്കുന്ന ഒരു റൈസിംഗ് സ്റ്റാർ ആരാണെന്നൊക്കെ അറിയാനായിട്ട് ഞാൻ പേഴ്സണലി എക്സൈറ്റഡ് ആണ്. ദ നെക്സ്റ്റ് കാറ്റഗറി ഈസ് ദ ബെസ്റ്റ് ആങ്കർ ഇൻ മലയാളം TV ആണ്. സോ ഇതിൽ നോമിനേഷൻസ് ഉണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ നോമിനേഷൻസ് ഒന്ന് കണ്ടു നോക്കാം. സോ അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിലെ മികച്ച ആങ്കർ ആരാണെന്ന് നമ്മൾ ഇനി അറിയാൻ പോവുകയാണ്. റെഡിയാണോ? വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യട്ടെ. അമൃത TV സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ സ്റ്റാർ എന്ന പ്രോഗ്രാമിന്റെ ആങ്കറായ പാർവതി ബാബു ആണ്. ഞങ്ങളുടെ ഈ ഒരു ടെലിവിഷൻ അവാർഡ്സ് അമൃതവേണി കേരള വിഷൻ ടെലിവിഷൻ അവാർഡ്സിലെ മികച്ച ആങ്കർ പ്രശംസാപത്രം നൽകുന്നതിന് വേണ്ടി ചെയർപേഴ്സൺ ഫോർ ധർമ്മപ്രിയ ഫിനാൻസ് കമ്പനി മിസ്സസ് സെൽവി ശിവകുമാർ. ഞങ്ങളുടെ മെമന്റോയും ടാപ്പി നൽകുന്ന ഗിഫ്റ്റും നൽകാൻ പോകുന്നത് നരയനാണ്. സോ നരയൻ, പ്ലീസ് ഡു ദി ഓണർ. പ്രശംസാപത്രം സമ്മാനിക്കുന്നത് മിസ്സസ് സെൽവി ശിവകുമാറാണ്. മാം ആണ് പ്രശംസാപത്രം സമ്മാനിക്കുന്നത്. ചെയർപേഴ്സൺ ഫോർ ധർമ്മപ്രിയ ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഞങ്ങളുടെ കേരള വിഷന്റെ ഉപഹാരം സമർപ്പിക്കുന്നു PB സുരേഷ്, CEO എസ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി. യെസ് പാർവതി, സോ ഹാപ്പി ഫോർ യു. എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത്? കാരണം ഒരു മികച്ച അവതാരകയ്ക്കുള്ള അവാർഡൊക്കെ നേടി നിൽക്കുകയാണ് ഈ ഒരു മൊമെന്റിൽ. എങ്ങനെ തോന്നുന്നു? ആങ്കറിംഗ് ടഫ് ആണോ, ഈസി ആയിട്ട് തോന്നുന്നു? വാട്ട് യു ഫീൽ? എല്ലാ ജോബിനും അതിൻ്റേതായ ഒരു റിസ്ക് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളൊരു ജോബ് ചെയ്യുന്നത്. പിന്നെ അത് ഇഷ്ടപ്പെട്ട് നമ്മൾ എത്രത്തോളം ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതിലാണ് കാര്യം ഇരിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു കേരള വിഷൻ ഇങ്ങനൊരു നോമിനേഷൻ കാറ്റഗറിയിൽ എന്നെ ഉൾപ്പെടുത്തിയതിൽ. ആൻഡ് ഓൾസോ ഇതൊരു വോട്ടിംഗ് ഇതായിരുന്നു. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി പറയുകയാണ് ഞാൻ. കാരണം നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ നമ്മളെ ആ പ്രേക്ഷകർ ഇഷ്ടപ്പെടുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ്. ബിക്കോസ് ഒത്തിരി പേര് ഈ ഒരു ഫീൽഡിലുണ്ട്. അപ്പോൾ പ്രേക്ഷകരെ എന്നെ ഏറ്റെടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ആൻഡ് ഓൾസോ താങ്ക്സ് ടു അമൃത TV ആൻഡ് ഓൾസോ സൂപ്പർ സ്റ്റാർ. ബിക്കോസ് ചേച്ചിക്ക് മനസ്സിലാവും, നമ്മളൊരു ഷോ ചെയ്യണ സമയത്ത് ഒരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമുക്ക് നമ്മളായി തന്നെ ഒരു ഷോ ചെയ്യാൻ പറ്റുമ്പോഴാണ് എത്രത്തോളം ഭംഗിയായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുക. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊഡ്യൂസർ സതീഷ് ചേട്ടൻ അതിൻ്റെ ഹോൾ ഫ്രീഡം എനിക്ക് തന്നിട്ടുണ്ട്. ഞാനായി തന്നെയാണ് ആ ഷോ ചെയ്യാനുള്ളൊരു ഫ്രീഡം എനിക്ക് തന്നിട്ടുള്ളത്. ആൻഡ് താങ്ക്സ് ടു സതീഷ് ചേട്ടൻ ആൻഡ് ഓൾസോ ദ ഹോൾ ടീം. അപ്പോൾ ഈ ഒരു അവാർഡ് സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഒരു ഹോൾ ക്രൂവിന് ഞാൻ ഈ ഒരു അവാർഡ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഈ ഒരു അവാർഡ് നൈറ്റിൽ നരേൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡ് മേടിച്ചിരിക്കുന്നത്. ഒരു 2 വരി പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഏത് പാടും? 2 വരി പാട്ട് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തോണ്ട്. ചേച്ചി, ഞാൻ പാട്ട് പാടാറില്ല. പക്ഷേ നരേൻ ചേട്ടൻ എനിക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സാഹസ മൂവിയുടെ സമയത്താണ് ഞാൻ ചേട്ടൻ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഈ ഒരു അവാർഡ് റിസീവ് ചെയ്യാൻ പറ്റിയതിൽ ഐ എം സോ ബ്ലെസ്ഡ്. എന്നാൽ ഒരു 2 വരി ഏതെങ്കിലും, കാരണം ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആണെന്നൊക്കെ നമുക്കറിയാം. സോ യു ഗോട്ട് സച്ച് എ ബ്യൂട്ടിഫുൾ വോയിസ്. എനിത്തിങ് ഇസ് ഫൈൻ. എനി സോങ്. എനിക്ക് പാടാൻ അറിയില്ല. എനിവേസ് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടും നരേൻ ചേട്ടൻ പാടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു 2 വരി പാടാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും കൈയടിക്കോ? കൈയടിയില്ലെങ്കിൽ എൻ്റെ ആ ശബ്ദം ഒന്നും പയ്യെ മുങ്ങിപ്പോട്ടെ. നരേൻ ചേട്ടൻ്റെ ആ ഒരു സോങ് തന്നെ നമുക്ക് പാടാം. ഓക്കെ.
എൻ്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തുവെച്ചൊരൻ മുല്ലമുട്ടിലോറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ എൻ്റെ പോട്ടുകാരാ, സുൽത്താൻ്റെ ചേലുകാരാ. താങ്ക് യു സോ മച്ച്. ഇപ്പോഴാണ് എൻ്റെ മനസ്സ് നിറഞ്ഞത്. കാരണം നരയൻ നിൽക്കുമ്പോൾ ഈ പാട്ടിൻ്റെ ഒരു ഓറ എനിക്ക് എങ്ങനെയെങ്കിലും ഈ വേദിയിൽ കൊണ്ടുവരണം എന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഡാർലിംഗ്. ചേച്ചി, എന്തായാലും നമ്മുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പറയുന്നതും ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് തൊലിക്കട്ടി മൈ ഡിയർ, എല്ലാ ട്രോളുകളും ഏറ്റുവാങ്ങുക, മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ വെൽക്കം ടു കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് സീസൺ 3. അപ്പോൾ ഈ വലിയൊരു നമ്മുടെ അവാർഡ് ദാന ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് ഹൗ ഡു യു ഫീൽ? ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ ഈ കരിയറിലെ എൻ്റെ സെക്കൻഡ് അവാർഡ് ഷോയാണിത്. അത് മാത്രമല്ല എനിക്കിതിൽ ഏറ്റവും വളരെയധികം സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിലൊരു ഡാൻസ് പെർഫോമൻസ് ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സിനെ കാണാൻ പറ്റി. സോ ശരിക്കും ഹാപ്പിയാണ്. ഇനി എന്തൊക്കെയാണ് പുതിയ പ്രൊജക്റ്റുകളെ കുറിച്ചിട്ട്? ഇപ്പോൾ പുതിയ പ്രൊജക്റ്റൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ മഴവിൽ മനോരമയിൽ അർച്ചന ചേച്ചി LLB, സൂര്യയിൽ കന്യാദാനമാണ് ചെയ്യുന്നത്. പുതിയതായിട്ടൊന്നും ചെയ്തിടുന്നു. താങ്ക് യു. താങ്ക് യു.